Assalamualaikum. Hi everybody. How are you all? Yeah, I hope you people are doing fine and safe at home. And it's me, your Farida ma'am. So, welcome back to my English class. Okay, I think today we can have a new topic. And just before that, let me ask you one thing. Have you had your breakfast today? നിങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണോ? ആർ യു റെഡി ടു ലിസൺ മൈ ക്ലാസ്? യെസ്. എങ്ങനെ പറയാ? യെസ് മിസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ജസ്റ്റ് ബിഫോർ ദാറ്റ് വി നീഡ് ടു ഡു ദുആ ഫോർ നോളജ്. അല്ലേ, നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വാട്ട് വി ഹാവ് ടു ഡു? വി നീഡ് ടു ആസ്ക് ടു അല്ലാഹ് ടു എൻലൈറ്റൻ അസ് വിത്ത് നോളജ്. അല്ലേ, നമ്മളെ നോളജ് കൊണ്ട് നമ്മളെ പ്രകാശിപ്പിക്കാനും നമുക്ക് അറിവിൻ്റെ വാതിലൊക്കെ തുറന്നു തരാനും ഒക്കെ ആയിട്ട് ടു ഹൂം വി ഷുഡ് പ്രേ. ആരോടാണ് പ്രേ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട്. അല്ലാഹ് ദ ഓൾമൈറ്റി. അല്ലേ, അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, സോ വി ക്യാൻ ഡു വൺ തിങ്. ലെറ്റ്സ് ഹാവ് ദുആ ഫോർ നോളജ്. സോ ഓൾ ഓഫ് യു പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദുആ ഫോർ നോളജ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ وبك نستعين يا فتاح رب زدني علما رب زدني علما رب زدني علما. ഓക്കെ ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇന്ന് പുതിയൊരു ലെസണിലേക്ക് പോവാണ്. ലെസൺ അല്ല കേട്ടോ, പുതിയൊരു പേജിലേക്ക് നമ്മൾ പോവാണ്. സോ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് റീഡിങ് എക്സസൈസ് 3. അല്ലേ, മിസ് ഇന്ന് റീഡിങ് എക്സസൈസ് 3ലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ് എക്സസൈസ് 3ലേക്ക് പോകുമ്പോഴത്തേനും ഒരു കുഞ്ഞു സോങ് ആണ്. ഒരു കുഞ്ഞു സോങ് മീൻസ് ഒരു കുഞ്ഞു പോയം. ആ കുഞ്ഞു പോയം അതിൽ അവരെന്തെന്നാണോ അറിയോ നമ്മളെ പഠിപ്പിക്കുന്നത്? ലോങ് യു സൗണ്ട്. യു ഇല്ലേ, യു, ലോങ് യു സൗണ്ട് ആണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്തെന്നാണ് അവർ പഠിപ്പിക്കുന്നത്? ലോങ് യു സൗണ്ട്. അല്ലേ, യു സൗണ്ട് ഇങ്ങനെ, യു സൗണ്ട് എന്തെന്നാണ്? യു സൗണ്ടിനെ എങ്ങനെയാണ് നീട്ടുക, എങ്ങനെയാണ് അതിന് നീളം വെക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് നോക്കാം. ലോങ് യു സൗണ്ട്. അപ്പൊ ലോങ് യു സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പോയമാണ് ടുഡേ ഐ എം ഗോയിങ് ടു ടീച്ച് യു. അപ്പൊ ചോദിക്കുക മിസ്, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രീവിയസ് ക്ലാസ് വാട്ട് ഐ ഹാവ് ടോട്ട് യു, ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഓർമ്മയുണ്ടോ? ആര് പറയുന്നേ? ലോങ് എ സൗണ്ട്, കേക്ക്, സ്നേക്ക്, അങ്ങനെയൊക്കെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ അന്ന് ലോങ് എ സൗണ്ട് പഠിപ്പിച്ചു. ഇന്ന് മിസ് ലോങ് യു സൗണ്ട് പഠിപ്പിക്കാൻ പോവാ. എങ്ങനെയാണെന്ന് അറിയാമോ? ഐ എം ഗോയിങ് ടു ടീച്ച് യു ദ ലോങ് യു സൗണ്ട് ത്രൂ എ പോയം. ഒരു പോയത്തിലൂടെയാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. അപ്പ് ഇൻ ദ സ്കൈ. കൊള്ളാല്ലേ? അപ്പ് ഇൻ ദ സ്കൈ. എന്താണ് അപ്പ് ഇൻ ദ സ്കൈ? എന്താണ്? A cute bird flying high. A cute bird. അല്ലേ, a cute bird flying high. A cute bird flying high. പിന്നെന്തെന്നാ? Sang a little tune. Sang a little tune. അല്ലേ, sang a little tune. പിന്നെന്താ? and gave a sugar cube. അല്ലേ, എന്തെന്നാണ് കൊടുത്തത്? and gave a sugar cube. gave a sugar cube to a huge mule. അല്ലേ, to a huge mule. ഒരു മ്യൂളിന്. അപ്പം നമുക്ക് നോക്കാം എന്തെന്നാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പ് ഇൻ ദ സ്കൈ. എന്തെന്നാണ്? അപ്പ് ഇൻ ദ സ്കൈ. യു പി അപ്പ്. അല്ലേ, യു പി എന്താണ്? അപ്പാണ് അല്ലേ? ഓക്കെ, അപ്പ് ഇൻ ദ സ്കൈ. അതിൽ നമ്മൾ യുവിന് ലോങ് സൗണ്ട് കൊടുക്കുന്ന ഒന്നും തന്നെ ഇല്ല. സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. എന്താണ് ആകാശത്ത് നടക്കുന്നത് അറിയാമോ? A cute bird flying high. അല്ലേ, a cute. ക്യൂട്ട് എന്നുള്ള വാക്ക് നോക്കിക്കേ. CUTE ഇവിടെ ഒരു യു ഉണ്ട് അല്ലേ? ആ യുവിന് നമ്മൾ യു. അപ്പം യുവിൻ്റെ സൗണ്ട് ആയാണ്. അപ്പം യുവിനെ നമ്മൾ ഇച്ചിരി ഒന്ന് നീട്ടുകയാണ്. യുവിനെ പിടിച്ച് നിന്നിട്ട് ക്യൂ എന്നാക്കുക. അപ്പം യുവിനെ പിടിച്ച് നമ്മൾ കുറേ അങ്ങോട്ട് നീട്ടുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോങ് യു സൗണ്ട് എന്ന് പറയുന്നത്. അപ്പം a cute bird. ഓക്കെ, bird flying
ഹായ്. നല്ല ക്യൂട്ടായിട്ടുള്ള, നിങ്ങളെല്ലാം നല്ല ക്യൂട്ടല്ലേ? മാഷാഅല്ലാ, എൻ്റെ ക്യൂട്ട് ബേബീസ് ആണല്ലേ എൻ്റെ മുന്നിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേർഡ് ഇങ്ങനെ ആകാശത്തു കൂടി പറക്കാണ്. ഫ്ലൈങ് ഹൈ, നല്ല ഉയരത്തിൽ കേട്ടോ. A cute bird flying high sang a little tune. എന്താണ്? sang a little tune. sang എന്ന് പറഞ്ഞാൽ എന്താ? പാടുക എന്നല്ലേ? sang a little tune. കുഞ്ഞൊരു പാട്ട്, ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ആശാട്ടി പോവുകയാണല്ലേ ഈ ക്യൂട്ടായിട്ടുള്ള ബേർഡ്. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ആകാശത്തിൽ വളരെ ഉയരത്തിൽ ഇങ്ങനെ പോവുകയാണ്. Up in the sky, a cute bird flying high sang a little tune. പിന്നെന്താണ്? sang a little tune, ഒരു കുഞ്ഞ് പാട്ടൊക്കെ പാടി. അപ്പം ലിറ്റിൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പഠിപ്പിച്ചു. പിന്നെ ട്യൂൺ, അപ്പം അവിടെ യുവിൻ്റെ ലോങ് സൗണ്ട് വന്നു. യുവിൻ്റെ എന്ത് വന്നു? ലോങ് സൗണ്ട്. ട്യൂൺ കണ്ടോ? യു എന്നിങ്ങനെ ആക്കിയത് കണ്ടോ? ട്യൂ. അപ്പോൾ അതെന്താണ്? ലോങ് സൗണ്ട് ആണ്. അപ്പോൾ ട്യൂണായി. അതുപോലെ എന്താണ് ഇവിടെ എന്തുണ്ട്? ക്യൂട്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ രണ്ടിടത്ത് യുവിൻ്റെ ലോങ് സൗണ്ട് കണ്ടു. യുവിൻ്റെ ലോങ് സൗണ്ട് അല്ലേ മിസ് ഈ പോയത്തിൽ പഠിപ്പിക്കുന്നേ? യുവിൻ്റെ ലോങ് സൗണ്ട് ക്യൂട്ട് ട്യൂൺ അല്ലേ? sang a little tune. പിന്നെ എന്ത് പറ്റി? and gave a sugar cube. and gave a sugar cube. give എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലേ? give എന്ന് പറഞ്ഞാൽ കൊടുക്കുക. gave എന്ന് പറഞ്ഞാലോ കൊടുത്തു കഴിയുമ്പോഴത്തേനും gave എന്ന് പറയാം. നമ്മളൊരു പെൻസിൽ കൊടുക്കുമ്പം give me എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിക്കുക എനിക്ക് പെൻസിൽ താന്ന്. അപ്പോൾ നമ്മൾ ആ പെൻസിൽ കൊടുത്തു. അപ്പോൾ കൊടുത്താൾ പറയാം I gave her a pencil. അപ്പം നമ്മൾ ആ പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗിവ് എന്ന് പറയുമോ? ഇല്ല, നമ്മൾ എന്ത് പറയും? ഗേവ് കേട്ടോ. അതിന് വേറെ പല സംഗതികളും പറയും, പാസ്റ്റ് ടെൻസ് അങ്ങനെയൊക്കെ പറയും. അത് നിങ്ങൾ ഇപ്പോൾ പഠിക്കണ്ട, പിന്നെ നിങ്ങൾ പഠിക്കും. അപ്പം എന്താണ് ഗേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ് ആണ്. എന്താ? കൊടുത്തു എന്നാ. എന്താ കൊടുത്തേ? ആൻഡ് ഗേവ് എ ഷുഗർ ക്യൂബ്. എന്തൊക്കെ കൊടുത്തേന്നറിയാമോ? ഒരു പഞ്ചസാര കട്ട, ഒരു ഷുഗർ ക്യൂബ്, ഒരു കട്ട പഞ്ചസാര കൊടുത്തു. ആർക്കാ കൊടുത്തേ? ടു എ ഹ്യൂജ് മ്യൂൾ. to a huge mule. to a ആർക്കാ കൊടുത്തത്? ഹ്യൂജ് കണ്ടോ? അവിടെയും വന്നു. ഇവിടെ ഉണ്ട്, ക്യൂബിൽ ലോങ് യു ഉണ്ട്, ഹ്യൂജിലുണ്ട് ലോങ് യു, അതുപോലെ മ്യൂളിലും ഉണ്ട് ലോങ് യു അല്ലേ? ഹ്യൂജ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണെന്ന് അറിയാമോ? ബിഗ്, ലോർജ് അല്ലേ? ഒത്തിരി വലുത്, അതിനൊക്കെയാണ് ഹ്യൂജ് എന്ന് പറയുന്നത്. അപ്പോഴോ മ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഡോങ്കിയുടെ ബേബി ഇല്ലേ? അപ്പോൾ നല്ല ഒത്തിരി പൊക്കമുള്ള ഡോങ്കിയുടെ ബേബി. ആ ഡോങ്കിക്കാണ് എന്ത് കൊടുത്തത്? ഈ പഞ്ചസാരക്കട്ട കൊടുത്തത്. അപ്പം എന്താ അവിടെ സംഭവിച്ചതെന്നറിയാമോ? up in the sky, a cute bird flying high sang a little tune and gave a sugar cube. ആർക്ക് കൊടുത്തു? to a huge mule അല്ലേ? വലിയ ഒരു മ്യൂളിനാണ് അത് കൊടുത്തത് അല്ലേ? അപ്പം എന്തെന്നാണ്? നമ്മളൊരു പോയമാണ് പഠിച്ചത്. ആ പോയത്തിൽ എന്തുണ്ട്? പോയത്തിൽ എന്താ ഉള്ളത്? ലോങ് യു സൗണ്ട്. എന്താ നമ്മൾ പോയത്തിലൂടെ പഠിച്ചത്? ലോങ് യു സൗണ്ട്. സേ വൺസ് അഗൈൻ, എന്താണ് പോയത്തിലൂടെ പഠിപ്പിച്ചത്? ലോങ് യു സൗണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ലോങ് യു സൗണ്ട് ആണ് ഈ പോയത്തിൽ മിസ് പഠിപ്പിച്ചത്. അപ്പൊ ഈ പോയം how many words you found as having long u sound ഉള്ള എത്ര വേർഡ്സ് ആണ് നിങ്ങൾ ഈ പോയത്തിൽ പഠിച്ചത്? 1 2 3 4 5 വേർഡ്സ് അല്ലേ? 5 വേർഡ്സ് നിങ്ങൾ പഠിച്ചു, 5 വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ക്യൂട്ട്, മിസ്സിനോടൊപ്പം പറഞ്ഞേ. ക്യൂട്ട്, ട്യൂൺ, ക്യൂബ്, then what? ഹ്യൂജ്, മ്യൂൾ. കണ്ടോ, മിസ് എല്ലാം പറയുന്ന ഒരു രീതിക്കല്ലേ? യു എന്നിങ്ങനെ ചേർത്തല്ലേ പറയുന്നത്. അപ്പൊ എന്താണ്? ക്യൂട്ട്, CUTE, ക്യൂട്ട്. പറഞ്ഞ മിസ്സിനോട്. ക്യൂട്ട്. once again ക്യൂട്ട്. then what? ട്യൂൺ. ടി അല്ലേ ആദ്യത്തെ ലെറ്റർ? ടി says star. അപ്പോൾ യു വന്നു. ട്യൂൺ. then what? ക്യൂബ്. then what is this? ഹ്യൂജ്. അപ്പൊ ഇവിടെ ജിയുടെ സൗണ്ട് ഗായാണ്, പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ്? ജ് ആണ് പറയാ. ഹ്യൂജ്. വാട്ട് ഇസ് ഹിയർ? ഹ്യൂജ്. ആൻഡ് ദെൻ മ്യൂൾ. അപ്പൊ ലോങ് യു സൗണ്ട് വന്ന കണ്ടോ? 1 2 3 4 5 വേർഡ്സ് അല്ലേ? 5 വേർഡ്സ് മിസ് എന്ന് പഠിപ്പിച്ചു ലോങ് യു സൗണ്ടിന്റെ. അപ്പോൾ ഒരു പോയമാണ്. once again can we sing together? Are you ready to sing with me? Okay. up in the sky. എല്ലാവരും പാടിക്കേ. up in the sky, a cute bird flying high. എന്താണ്? ഒരു ക്യൂട്ട് ബേർഡ് flying high. a cute bird flying high. പറഞ്ഞേ. a cute bird
ഫ്ലൈയിങ് ഹൈ നല്ല ഉയരത്തിൽ അല്ലേ. sang a little tune and gave a sugar cube. sugar cube ആർക്കാ കൊടുത്തത്? to a huge mule അല്ലേ, വലിയൊരു മ്യൂള് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആനിമൽ, ബേബി ഓഫ് എ ഡോങ്കി അല്ലേ. അപ്പൊ ഹ്യൂജ് ആണ്, അത് ഒത്തിരി വലുതാണ്. സോ ക്യൂട്ട്, ട്യൂൺ, ക്യൂബ്, ഹ്യൂജ്, മ്യൂൾ അല്ലേ. അപ്പൊ ഇന്ന് എന്താണ് മിസ് പഠിപ്പിച്ചത്? ലോങ് യു സൗണ്ട്. ഐ ഹാവ് ടോട്ട് യു ലോങ് യു സൗണ്ട് ത്രൂ എ പോയം. ഒരു പോയത്തിലൂടെയാണ്. ഈ പോയം നല്ല രസമല്ലേ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട്? പഠിക്കോ? ബൈ ഹാർട്ട് ചെയ്യോ? ഓക്കെ. അപ്പോൾ ഇത് എഴുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. റീഡ് 10 times, okay? And try to by heart this poem and try to understand the topic what I have taught you today. മിസ് ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് മനസ്സിലാക്കാൻ നോക്കുക. എന്താണ് ലോങ് യു സൗണ്ട്? വാട്ട് ഐ ഹാവ് ടോട്ട് യു? ലോങ് യു സൗണ്ട്. ലോങ് യു സൗണ്ട് ഏതിലൊക്കെ വന്നേക്കുന്നതെന്ന് കണ്ടല്ലോ. 5 words മിസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് അവർ ക്ലാസ്. സോ ടേക്ക് കെയർ ഓൾ ഓഫ് യു. അസ്സലാമു അലൈക്കും.